ഫീനിക്സ് ചെയ്തിട്ട് ഫീനിക്സ് കണ്ടോ? അജുവിന് പ്രേതപടങ്ങൾ ഇഷ്ടമില്ലെന്നാണ് ഇല്ല, പറഞ്ഞത്. ഫീനിക്സ് കണ്ടു. ഫീനിക്സ് കണ്ടു, കുഴപ്പമില്ല. നമ്മൾ ഫീനിക്സിൽ ചെയ്തതുകൊണ്ട് അത്രയും നമുക്കറിയാലോ അതൊക്കെ. പ്രേതപദമല്ല ഞാൻ കാണാറില്ല. ശരിക്കും ഇപ്പോഴും പ്രേതത്തിന് പേടിയുണ്ട്. പണ്ടില്ലായിരുന്നു. എനിക്കും ധ്യാനം ഒരു എൻകൗണ്ടർ നടന്നിരുന്നു. ഞാനത് പറഞ്ഞു, ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ സച്ചിൻ സിനിമ ചെയ്യുമ്പം ഞങ്ങൾക്കത് എൻകൗണ്ടർ ചെയ്തപ്പം ഒരു ഇത് വന്നു. അപ്പം ഞാൻ പിന്നെ എന്നോട് ഒരൊറ്റ ചോദ്യം ധ്യാൻ ചോദിച്ചതാണ് എൻ്റെ തിരിച്ചറിവ്. സദാ അവൻ വിളിക്കുന്നത്. അപ്പം സദാ എല്ലാ സിനിമയിലും കാണാറില്ല, ഈ ധൈര്യം കാണിച്ചു പോകുന്ന ആദ്യം പോകുന്ന ചെറുക്കനാ ചത്തുപോകുന്നത്. അപ്പം ഞാൻ ശരിയാ, സിനിമയിൽ പ്രേത സിനിമ തുടങ്ങിയ കാലം തൊട്ടേ ആദ്യം ഷോ കാണിച്ച് പോകുന്നവനാ ഫസ്റ്റ് ചത്തുപോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ആവേശം കളഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സദാ, അതെന്തിലാട്ടെ, നമുക്ക് റിസ്ക് അല്ല. ഞങ്ങൾ വേറെ ഹോട്ടലിൽ താമസം മാറി. എന്തിനാ വെറുതെ ആ ഹോട്ടൽ പേര് പറയുന്നത് മോശം, അതുകൊണ്ട് പറയുന്നില്ല. ഈ പ്രേത പേടിയുള്ള അജു ശരിക്കും ആദിയെ പോലൊരു മെന്റലിസ്റ്റിന്റെ കൂടെയൊക്കെ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദിയോട് ചോദിച്ചിട്ടില്ല ഇതെന്താണ് പ്രേതം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇൻട്രസ്റ്റ് ആയാലുള്ള പ്രശ്നം നമ്മൾ ഇതിലോട്ട് കൂടുതൽ കിടക്കും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചത്തുപോയാലോ? ഇപ്പൊ ഞാൻ അതിൽ രണ്ട് കാര്യങ്ങൾ, ചിലപ്പോ എനിക്കറിയാത്തൊരു കാര്യമാണ്, അതുണ്ടാവാം. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് ആണ് സയൻസ്. ഒരു എനർജിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ളതും സയൻസ്. അത് ഇന്ന് വരെ സയൻസിനെ ഡിപിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ എനർജി കാണാനോ മെഷർ ചെയ്യാനോ പറ്റിയിട്ടില്ല. ആ എനർജി നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് തീരുന്നു. ആ എനർജി എവിടെ പോകുന്നു എന്നും കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരം ഇന്ന് വരെ സയൻസിൽ നിന്ന് തന്നിട്ടില്ല. ഉണ്ടോ? അവർ പരീക്ഷണങ്ങളും വാഗ്വാദങ്ങളും അല്ലേ, ഓരോ തിയറംസും ഉണ്ടാവാം. പക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം അംഗീകരിച്ച ഒരു തിയറി ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ എനർജി എവിടെയോ അൺഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട്. അതാണല്ലോ അനൂപേട്ടന്റെ പകൽ നക്ഷത്രത്തിലെ ചോദ്യം. ഇതൊക്കെ പ്രേത സിനിമ എഴുതാൻ കൊള്ളാം. പ്രേതത്തിനെ സ്ഥാപിക്കാൻ ഇത് പോരാ ആണല്ലേ? അതെ, പ്രേത സിനിമ എഴുതാൻ. അനൂപേട്ടന്റെ ചോദ്യം അതാണ്, ഈ ഭൂമി ആരുടെയാണ്? മരിച്ചവരുടെ ആണോ ജീവിച്ചിരിക്കുന്നവരുടെ ആണോ? ജീവിച്ചിരിക്കുന്നവരുടെയാണ്. എനിക്ക് അറിയില്ല, ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഇനി ഒരിക്കലും അതിന് വിശ്വസിക്കില്ല. ബിക്കോസ് ഇപ്പൊ എയ്ത്തിസം പറയുന്ന ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഞാൻ പ്യുവർ വിശ്വാസിയാണ്. എയ്ത്തിസം പറയുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ഇതൊക്കെ സംഭവിച്ചു ഇതിനൊക്കെ സയൻസ് പറയുന്നു. ഇത് ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റൂല സയൻസ് വെച്ച്. ഇത് സംതിങ് അവിടെ ഉള്ള കാര്യം ലൈറ്റ് അടിച്ച് കാണിക്കുന്നതാണ് ഇവർ ചെയ്യുന്നത്. അത് അവിടെ ഉണ്ടായതിനെ കുറിച്ചാണ് ഇവിടെ ആക്ച്വൽ ചർച്ച. പിന്നെ അതൊരു ഡിബേറ്റാണ്. എനിക്കും ചേട്ടൻ്റെ ഐഡിയോളജി അറിയാം. ഡിബേറ്റ്, നെവർ എൻഡിങ് ഡിബേറ്റ് ആയിരിക്കും. അല്ല, പ്രേതം ഇല്ല, അത് പോട്ടെ, അതിന് ഡിബേറ്റബിൾ ഒന്നും അല്ല, അത് ഡിബേറ്റബിൾ സബ്ജക്റ്റ്. പ്രേതം എന്നുള്ള വാക്ക് അല്ല ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്തത് ഒരു എനർജി ആണോ മനുഷ്യൻ്റെ ഉള്ളിൽ? സയൻസിൽ നമ്മളെ നിലനിർത്തുന്നത് ഒരു എനർജി ഉണ്ടോ? അതുണ്ടോ? ഹാർട്ട് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നൊക്കെ സംഭവിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നാണോ? ആ എനർജി ഐസക് ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം എവിടെ പോകുന്നു? അത് ഉണ്ടാക്കാനും പറ്റും. സയൻസാണ് ഞാൻ പറയുന്നത്. സർ ഐസക് ന്യൂട്ടനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് തൽക്കാലം വേറെ എപ്പിസോഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇതിലേക്ക് മാറുമ്പോൾ, അതായത് സ്വഭാവം കുറച്ചൊക്കെ മാറുകയും ഈ പറയുന്ന കുറച്ച് നല്ല സ്വഭാവങ്ങളിലേക്ക് വന്നു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത് നല്ല സ്വഭാവമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാറ്റം വന്നു. ഈ പറയുന്ന മാറ്റം വരുന്ന സമയത്ത് ഈ ആത്മീയത എന്ന് പറയുന്ന ഏരിയയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. ഞാൻ വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്. പക്ഷേ എൻ്റെ വിശ്വാസം ഇവിടുത്തെ സഭകളുടെ അടിസ്ഥാനമായ വിശ്വാസമല്ല. നോബഡി ക്യാൻ ഡിക്റ്റേറ്റ് ഓർ ഓർഡർ. ഞാൻ പ്രാർത്ഥിക്കേണ്ടതോ വിശ്വസിക്കേണ്ടോ രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി. സ്ഥലം, സമയം, രീതി എല്ലാം എൻ്റെയാണ്. പ്രെയർ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. എൻ്റെ അറിവില്ലായ്മയും വിവരമില്ലായ്മയിലുള്ള മണ്ടത്തരങ്ങളും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു കുട്ടി മാതാപിതാക്കളോട് എങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഞാൻ കുറ്റവും പറയും, അത് എൻ്റെ സൗകര്യം ആയിട്ട് ഞാൻ കാണും. വളരെ മണ്ടത്തരമായിട്ട് കാണുന്നവരും ഉണ്ടാവും.
അല്ല, ആത്മനിഷ്ഠമാണ് അത്തരം കാര്യങ്ങൾ. അതൊരാളുടെ സിനിമ ഇസ് ഒൺലി ആ ഒരു എൻറ്റിറ്റി. ഞാൻ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് വിട്ടുകൊടുക്കുന്നു, കേൾവിക്കാരനാവുന്നു. കാര്യം അതിന് ഞാൻ 150 രൂപ അല്ലെങ്കിൽ 200 രൂപ അവർ മുടക്കുന്നതിന് ഞാൻ വില കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയല്ല. നല്ല കുട്ടിയല്ല. അല്ല. ഈ മനോഹരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് കാണുമ്പോൾ ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പം മമ്മൂക്കയെ നമ്മൾ അനുകരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്തുമൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ അജുവിനെ ചെയ്തെടുക്കണമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ഫാസിനേറ്റ് ചെയ്തിട്ടില്ലേ? അങ്ങനെ ക്യാരക്ടേഴ്സിനെ കാണാൻ ആഗ്രഹം വരാറുണ്ടല്ലോ ചിലർ കഥ പറയുമ്പം. പക്ഷെ അതിനുള്ള നമ്മൾ പലപ്പോഴും ലീഡിൽ ചെയ്യുമ്പം ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി വർക്കാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പൊക്കാവുന്ന ഒരു സ്റ്റാറിലോട്ട് അതിനെ റെഫർ ചെയ്ത് അതിൽ തന്നെ വേറെ ഒരു ക്യാരക്ടർ. അതെ, എനിക്ക് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യ ജയിക്കണം. നമ്മൾ സെഞ്ചുറി അടിക്കുന്നതിനേക്കാളും കൂടി ഇന്ത്യ ജയിക്കണം. സച്ചിൻ സെഞ്ചുറി അടിച്ച് ഇന്ത്യ തോറ്റാൽ വലിയ സന്തോഷം വരില്ല. ഇന്ത്യ ജയിച്ച് സച്ചിൻ 50 അടിച്ചാലോ 20 അടിച്ചാലോ നമുക്ക് സന്തോഷമായി. ഇന്ത്യ വേൾഡ് കപ്പ് സച്ചിൻ അദ്ദേഹം സ്കോർ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ വേൾഡ് കപ്പ് ജയിക്കുകയാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ പേഴ്സണലി എൻ്റെ ജോലി ഉത്തരവാദിത്വം മാന്യമായി ചെയ്യുക, സിനിമ ഓടുക, അതാണല്ലോ പ്രൈമറിലി. അത് പറഞ്ഞപ്പോഴാണ് ഈ സ്പോർട്സിനെ ഓടുക എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ പറഞ്ഞ കളക്ട് ചെയ്യുക മാത്രമല്ല, അത് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. കാണുന്ന എല്ലാവരും ആ സിനിമയുടെ ആശയത്തിനോടൊപ്പം പോവുക, വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. ദാറ്റ് ഈസ് സക്സസ്. ഈ സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അത് ആ കാര്യം അവസാനിപ്പിക്കാം. സ്ഥാനാർത്ഥി സീക്കൂട്ടനിൽ ശരിക്കും ആ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പതിക്കുന്നുണ്ട്. കാരണം നമ്മൾ ക്രിക്കറ്റ് കളിച്ച് നടന്ന കാലത്തെ റീകളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ റൺസ് എടുക്കുന്നതും 2 ടീം, ഒരു ടീമിനോടൊപ്പമാണല്ലോ നമ്മളൊപ്പം നിൽക്കുന്നത്. ശ്രീകുട്ടനൊപ്പം ആയിരുന്നു നമ്മളൊക്കെ ആ സമയത്ത്. അപ്പോൾ ആ റൺസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ അത് കണക്ട് ചെയ്യാൻ ആ ചെറിയ ഗ്രൗണ്ട് കൊണ്ടും ചെറിയ സംവിധാനങ്ങളും കൊണ്ടും കഴിഞ്ഞു എന്നുള്ളത് ആ ഒരു ഡയറക്ഷൻ്റെയോ ആ പ്രൊഡക്ഷൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ മികവ് തന്നെയാണ്. ആ കമൻട്രി ചെയ്ത പൂർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെയും മികവ്, ബിനീഷിൻ്റെ ഈ ടീമിൻ്റെയും. ഞാൻ അൽഫോൺസിനോടും പറഞ്ഞതാ സിനിമയൊന്ന് കാണാൻ നോക്കണം. അന്ന് ഗോബൂസ് വന്ന ഒരു പറ്റം കൂട്ടുകാരാണ് പിന്നെ ചരിത്രം എഴുതി പ്രേമം കാരണമായത്. ഒരു നേരത്തിന് ശേഷം ഇവർക്കും ഞാൻ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കാണുന്നു. അനൂപ് എന്ന് പറഞ്ഞ DOP ആണ് പേരിലൂർ പ്രീമിയർ ലീഗ് ചെയ്തത്. ഇപ്പം പ്രഭുദേവ AR റഹ്മാൻ 25 വർഷത്തിന് ശേഷം ചെയ്യുന്ന മൂൺ വാക്കിലെ DOP അനൂപാണ്. സോ ആനന്ദ് മന്മഥൻ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ കഥാപാത്ര സ്വഭാവം നടനായി മാറുന്നു റൈറ്റേഴ്സ്. സോ അവർ നാച്ചുറലി ഓർഗാനിക്കലി അവർ വരും. ഈ കേരള ക്രൈം ഫയൽസ് അജുവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ കൂടെ ആൾക്കാർ അജുവിനെ ആ തരത്തിൽ കാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ ഗൗരവ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ഇയാളെ ഏൽപ്പിക്കാം എന്ന് തോന്നിയത് അതൊരു മാർക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് അജു കേരള ക്രൈം ഫയൽസിനെ അങ്ങനെ നോക്കിക്കാണുന്നുണ്ടോ? കേരള ക്രൈം ഫയൽസിന് ശേഷം എനിക്ക് ഒരു കാസ്റ്റിംഗ് നടന്നിട്ടുള്ളൂ. അത് അഖിലിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അത് ആ സീരീസ് കണ്ടിട്ട് കേരള ക്രൈം ഫയൽസ് കണ്ടിട്ട് എനിക്ക് ഏറ്റവും സന്തോഷം വന്ന കാര്യം ദിലീഷ് ഏട്ടൻ എന്നെ വിളിച്ചതും അത് പുറത്തുനിന്ന് ഒരാൾ വിളിച്ചത് എനിക്ക് ഏറ്റവും വാല്യുബിളായിട്ട്, എല്ലാം കാണുന്നു ഞാൻ വാല്യുബിളായിട്ട് തന്നെ കാണുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ദിലീഷ് ഏട്ടനോട് നമുക്കൊരു ഫിലിം മേക്കർ എന്നുള്ള ആരാധന കൂടുതലായതുകൊണ്ട് ഞാൻ ആ പേര് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റുള്ളവരുടെയൊക്കെ ഞാൻ വാല്യുബിളായിട്ട് തന്നെ എടുക്കുന്നത്.